അയ്യപ്പൻ്റെ സ്വർണം CPM-കാർ കട്ടുകൊണ്ട് പോയത് BJP-കാർ അറിഞ്ഞില്ലേ, മോദി അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ ശബരിമല വിഷയം വീണ്ടും പ്രചരണത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വർണം കട്ടത് ആരപ്പ എന്നുള്ള പാട്ട് ആ ഈരടികൾ കൂടി അദ്ദേഹം പാടിയതോടുകൂടി പ്രചരണം വീണ്ടും പരിപൂർണമായി ശബരിമല കൊള്ളയിലേക്ക് മാറിയിരിക്കുകയാണ്. അത് CPM-ന്റെ തകർച്ചയുടെ തുടക്കമാണ് എന്ന് നമ്മൾ കാണണം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ അതിരൂക്ഷമായി ഈ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല കൊള്ള CPM-നെ ബാധിക്കാൻ പോവുകയാണ്. നമുക്കറിയാമല്ലോ, ആ ശബരിമല കൊള്ളയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച പത്മകുമാർ, അയാൾ 3 മാസം ജയിലിൽ കിടന്നു. ജയിലിൽ കിടന്നപ്പോൾ അയാൾക്കെതിരെ നടപടി എടുത്തില്ല. അതിനുശേഷം അയാൾ പുറത്തു വന്നപ്പോഴും അയാൾക്കെതിരെ നടപടിയില്ല. ശബരിമല പെരുങ്കൊള്ളയിൽ പ്രഥമ ദൃഷ്ട്യാ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ഒന്നിലധികം കോടതികൾ പറഞ്ഞതാണ് പത്മകുമാറിനെ കുറിച്ച്. അയാൾക്കെതിരെ ഇതുവരെ നടപടിയില്ല. അയാളിപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ്. ആ തുടരുന്ന സമയത്താണ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച വിഷയം പുറത്തു കൊണ്ടുവന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ ഇതെല്ലാം കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു സമുദായം ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്.